ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും കൂടി വണ്ടിയെ വരെ ഇളക്കി മറിച്ചിട്ട് ഡാൻസ് കളിച്ച് എങ്ങോട്ടാണ് പോകുമെന്ന് ചോദിച്ചാൽ ആലപ്പുഴ. രാവിലെ 4 മണിക്ക് ബസ് വരുമെന്ന് പറഞ്ഞു. കൃത്യസമയത്ത് തന്നെ ബസ് എത്തി. കുളിച്ച് റെഡിയായപ്പോൾ ലേറ്റായി. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് 5 മണി കഴിഞ്ഞിട്ടായിരുന്നു. അങ്ങനെ പാട്ടും ഡാൻസും ഉറക്കമൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായത് കൊണ്ട് തന്നെ ബോട്ടിൽ കയറാനും കുറച്ച് ലേറ്റായി. ഇതാണ് ബോട്ട് ഓട്ടിക്കുന്ന മാമൻ. തൽക്കാലത്തേക്ക് കുറച്ച് സമയത്തേക്ക് നമ്മളിത് പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളെ ബോട്ടാണ്. ഓക്കെ, ആദ്യം നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയയാണ്. ഇരിക്കാനായിട്ട് സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് കിടന്ന ഫ്രണ്ടിലെ കാഴ്ചയൊക്കെ കാണാം. നമുക്ക് സൈഡ് മിററൊക്കെ വെച്ചിട്ടുണ്ട് വെടിയിരിക്കുള്ള കാഴ്ചകൾ കാണാൻ. ഇനി നേരെ കയറുന്നത് സ്റ്റെപ്പ് കയറിയ മേളിലത്തെ നിലയിൽ കയറാൻ കഴിയും. കൂടെ വരുന്നവർ എത്തുന്നതിന് മുമ്പേ ബോട്ടിൽ കയറണമെന്നാണ് കരുതിയത്. പക്ഷേ എല്ലായിടും ലേറ്റായി കയറാൻ ഞാൻ ഇവിടെയും ലേറ്റായി തന്നെ. ഈ ബോട്ടിൽ മൊത്തം ഉള്ളത് 3 റൂമും ഒരു കിച്ചണുമാണ്. ഇഷ്ടം പോലെ പുറത്തെ കാഴ്ച കാണാൻ വേണ്ടി സൈഡ് മിററൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഷ് ബേസ് നല്ല ക്ലാസി ലുക്കിൽ 2 വാഷ് ബേസ്, ഒരു മിറർ, ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാനും മോനും. ഇതാണ് വള്ളം കളിയൊക്കെ നടക്കുന്ന പുന്നമടക്കായൽ. ആദ്യമായിട്ടാണ് ഞാൻ ആലപ്പുഴ വരുന്നത് തന്നെ. ഇതൊരു ബെഡ്റൂമാണേ. ഇവിടെ കണ്ട, ഞങ്ങൾ വരുന്നതിന് മുമ്പ് ആദ്യമേ സ്ഥലം പിടിച്ചുകൊണ്ട് ഇതിനകത്ത് കയറാൻ കഴിഞ്ഞില്ല. ഇതായിരുന്നു നമ്മൾ കയറി ബെഡ്റൂം. ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള റൂമാണ്. ഒരു ബെഡൊക്കെ ഉണ്ട്. റൂമിലും സൈഡ് മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബോട്ടുകളും പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെക്കാളും അടിപൊളി ബാത്റൂം, വാഷ് ബേസ് ഉണ്ട്. നല്ല വിശാലമായ സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. കുറ്റം പറയാൻ പറ്റില്ല. 1-2 ബോട്ടൊന്നുമില്ല, ഇഷ്ടംപോലെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പൊയ്ക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ ബോട്ടും. ഞങ്ങൾ ഈ ബോട്ടിൽ 6 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്തത്. പക്ഷേ 2-3 ദിവസം താമസിക്കാനും കഴിയുന്ന ബോട്ടൊക്കെ ഉണ്ട്. അതിനത്ര പൈസയും കൊടുക്കേണ്ടി വരും. ഈ ബോട്ടിന് മുകൾ വശമുണ്ട്. സ്റ്റെപ്പ് കയറി മേൽ വശത്തെന്നാണ് ഇപ്പോൾ ഈ വീഡിയോ. ഇതാണ് സോന, ഇതെൻ്റെ നാത്തൂന്. ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്തുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണേ. അപ്പോൾ അതുകൊണ്ട് നാത്തു എൻ്റെ കാതിൽ എന്തോ പിറുപിറുക്കുകയാണ്. ഏറ്റവും രസമായിട്ട് തോന്നിയ ഈ സ്പീഡ് ബോട്ടാണ്. പക്ഷെ എനിക്ക് കയറാൻ പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ മോൻ കയ്യിലിരിക്കുന്നുണ്ടോ മാമിക്കും നാത്തൂനും എല്ലാം ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ സ്പീഡ് പൊയ്ക്കൊണ്ടിരുന്ന ബോട്ടിനെ സ്പീഡ് കുറച്ച് പോകാൻ പറഞ്ഞ്, എന്നാലും അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് ഞാനും മോനും ഇരിക്കുന്നത്. എന്താ, ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി മാമി ബാക്കിൽ നിന്ന് കൈ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, പിള്ളേ പിടിയടി എന്ന്. പക്ഷെ അവൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് സ്പീഡിൽ പോകുമ്പോൾ മറിഞ്ഞായിട്ടും പോകുമോ എന്നൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല. സ്പീഡ് ബോട്ടിൽ കയറുന്നതിന് ഒരാൾക്ക് 300 രൂപയാണ്. ഒരു ബോട്ടിൽ 7 പേർക്ക് കയറാൻ പറ്റും. മോന് ഫ്രീ ആയിരുന്നു. മോൻ ബോട്ട് സ്പീഡിൽ പോകുന്നതനുസരിച്ച് വെള്ളം പിടിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. സ്പീഡ് ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഉച്ച ഭക്ഷണത്തിനുള്ള സമയമായി. ബോട്ടിനകത്ത് തന്നെയാണ് ഉച്ച ഭക്ഷണം നമുക്ക് അവർ സെർവ് ചെയ്തത്. ചോറ്, ചിക്കൻ കറി, അവിയൽ, പുളിശ്ശേരി, കിച്ചടി, അച്ചാർ, അങ്ങനെ ഇഷ്ടംപോലെ കൂട്ടാങ്ങളുണ്ടായിരുന്നു. നല്ലൊരു അത്യാവശ്യം വേണ്ടത്ര ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് അവസരങ്ങളുണ്ടായിരുന്നു.
മാമി ഒരു പാട്ടൊക്കെ പാടി. ഞാനും മോനും വെറുതെ അവിടെ സൈഡിലിരുന്ന് ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബോട്ട് പോകുമ്പോഴും അമ്മ എന്തൊക്കെ കിടന്നലയ്ക്കണം. നേരെ സംസാരിക്കാണ്ട് ഒരു ഇതെത്തിയില്ല. ഈ ബോട്ട് പോകുന്നതിൻ്റെ സൈഡിലായിട്ട് വീടുകളുണ്ട് കേട്ടോ. പക്ഷെ അവർ ഈ മഴ സമയത്ത് എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് നല്ല രസമായിട്ട് തോന്നും. മഴ പെയ്ത് വെള്ളം കയറുമ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുമ്പം ഇത്തിരി കഷ്ടപ്പാടായിട്ട് തോന്നി. ഇപ്പം സമയം ഏകദേശം ഒരു 5 മണിയായി. അപ്പം നമ്മൾ ബോട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി ആലപ്പുഴ ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി നമ്മൾ ആലപ്പുഴ ബീച്ചിലിറങ്ങി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബീച്ചാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബീച്ചിൽ വരുന്നത്. മോൻ ഉറക്കമായതുകൊണ്ട് നേരെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് വെച്ച് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് കടലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഉറക്കം എണീറ്റ്. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി.